ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും സിനിമകൾ ഏതൊക്കെയാണ് എന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. വളരെ പ്രധാനപ്പെട്ട പോപ്പുലർ സിനിമകളുടെ സംവിധായകരായിരുന്നു യുവ സംവിധായകനായ ഖാലിദ് റഹ്മാനും ഒപ്പം അഷ്റഫ് ഹംസയും. ഇവരെ പിടികൂടിയതാവട്ടെ സമീർ താഹിർ എന്ന മറ്റൊരു ഛായാഗ്രാഹകൻ്റെ സംവിധായകൻ്റെ ഫ്ലാറ്റിൽ നിന്നുമാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ സിനിമകളാണ് ഇവർ പ്രധാനമായും സംവിധാനം ചെയ്തിരുന്നത് എന്ന്. ഖാലിദ് റഹ്മാൻ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ സംവിധായകനാണ്. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ ഈ സിനിമ കളിക്കുന്നുണ്ട്. നല്ല അഭിപ്രായം സിനിമയ്ക്കുണ്ട് താനും. ലവ് എന്ന് പറയുന്ന മറ്റൊരു സിനിമയും ഖാലിദ് റഹ്മാനാണ് സംവിധാനം ചെയ്തത്. അത് പ്രൊഡ്യൂസ് ചെയ്തത് ആഷിഖ് ഉസ്മാനാണ്. ഉണ്ട എന്ന മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ടുള്ള ഒരു സിനിമയും സംവിധാനം ചെയ്തത് ഖാലിദ് റഹ്മാനാണ്. അതിൻ്റെ കഥയും സംവിധാനവും ഖാലിദ് റഹ്മാനായിരുന്നു. കൃഷ്ണ സയ്യിദ് കുമാറാണ് ചിത്രം നിർമ്മിച്ചത്. അതേപോലെ ഖാലിദ് റഹ്മാൻ, ആഷിഖ് ഉസ്മാൻ തന്നെ നിർമ്മാണം നിർവഹിച്ച് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത തല്ലുമാല എന്ന സിനിമയുടെ സംവിധായകനും ഈ പറയുന്ന ഖാലിദ് റഹ്മാനായിരുന്നു. ഖാലിദ് റഹ്മാനെയും ഖാലിദ് റഹ്മാനോടൊപ്പം പിടികൂടിയത് അഷ്റഫ് ഹംസയാണ്. ഇതാണ് അഷ്റഫ് ഹംസ. അഷ്റഫ് ഹംസയുടെ തമാശ എന്ന സിനിമ, അതേപോലെ ഭീമൻ്റെ വഴി, നടൻ കുഞ്ചാക്ക ബോബൻ മുഖ്യവേഷത്തിലെത്തിയ ഭീമൻ്റെ വഴി, സുലേഖ മൻസിൽ എന്ന മറ്റൊരു സിനിമയും അഷ്റഫ് ഹംസ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സമീർ താഹിർ സിനിമാ ഛായാഗ്രാഹകനാണ്. പ്രേക്ഷകർ അറിയാവുന്നതുപോലെ ഏറ്റവും ഒടുവിൽ ആവേശം എന്ന സിനിമ, അതേപോലെ മിന്നൽ മുരളി എന്ന സിനിമ, ഈ രണ്ട് സിനിമകൾക്കും വേണ്ടി ക്യാമറ ചലിപ്പിച്ചത് സമീർ താഹിറാണ്. സമീർ താഹിർ ഒരു സിനിമ 2-3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന സിനിമ സംവിധാനം ചെയ്തത് സമീർ താഹിറാണ്. ചാപ്പാ കുരിശ് എന്ന മറ്റൊരു സിനിമയും സംവിധാനം ചെയ്തത് സമീർ താഹിറാണ്. അതേപോലെ കലി എന്ന ദുൽഖർ സൽമാൻ നായകനായ സിനിമയും സംവിധാനം ചെയ്തത് ഈ സമീർ താഹിറാണ്. ഇത്തരം ഒരുപാട് പോപ്പുലർ സിനിമകളുടെ ഹിറ്റായ സിനിമകളുടെ സംവിധായകരായ യുവ സംവിധായകരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുക്കും എന്നാണ് അറിയുന്നത്. ഖാലിദ് റഹ്മാന്റെയും അഷ്റഫ് ഹംസയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ ഹൈബ്രിഡ് കഞ്ചാവ് സിനിമാ സെറ്റുകളിലേക്ക് എത്തിക്കുന്ന മുഖ്യ കണ്ണി ഏതാണ്? തസ്ലിമ സുൽത്താനയ്ക്ക് ഇവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? മറ്റേതെങ്കിലും സംഘങ്ങൾ വഴിയാണോ ഈ ഹൈബ്രിഡ് കഞ്ചാവ് സിനിമാ സെറ്റുകളിൽ എത്തുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ്.